ആശംസ ഉണ്ട് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്നും ചേരുന്നത്. ആശംസ, അവരുടെ വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും അതിനപ്പുറത്തായിരിക്കും. ഉറ്റവരുടെ വിടയവരുടെയൊക്കെ അവസ്ഥ അങ്ങനെയായിരിക്കും. ആദ്യഘട്ടം മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനം കൃത്യമായ രീതിയിൽ ഉണ്ടായില്ല, അനാസ്ഥ സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ അവരെന്താണ് പറയുന്നത്? നിലവിലത്തെ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്? അതിനപ്പുറത്തേക്ക് ഒടുവിൽ അർജുന്റെ ഫോൺ റിങ് ചെയ്തൊക്കെ വലിയ ആശ്വാസം, അർജുൻ ജീവനോടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അർജുന് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസവും അവരിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, അവിടെ നിന്ന് അവർക്ക് ഈ ദൗത്യ സംഘത്തിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയും. അക്ഷയ, ഞാൻ ഇന്ന് രാവിലെയാണ് അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീട് സന്ദർശിച്ചത്. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റിയത് നിസ്സഹായരായ ഒരു പറ്റം മനുഷ്യരെയാണ്. അർജുൻ്റെ പിതാവ്, അദ്ദേഹത്തിന് ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ കണ്ടങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു. ആ കുട്ടി ആൾക്കൂട്ടത്തെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ്റെ ഭാര്യയായിട്ടുള്ള കൃഷ്ണപ്രിയ, അവരും സംസാരിക്കണോ കരയണോ എന്നുള്ളൊരു രണ്ടിൻ്റെ ഒരു മധ്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ എല്ലാ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കുന്നത്, അല്പമെങ്കിലും ബോൾഡായിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഞാൻ ആ വീട്ടിൽ കണ്ടത് അർജുൻ്റെ സഹോദരിയും അതേപോലെ തന്നെ അർജുൻ്റെ അമ്മയുമാണ്. ഈ മുഴുവൻ ആളുകളിലും വളരെ കോമൺ ആയിട്ട് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പ്രതീക്ഷയാണ്. അർജുൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും, ഞങ്ങളുടെ സഹോദരനായി, അല്ലെങ്കിൽ ഞങ്ങളുടെ മകനായി, എൻ്റെ അച്ഛനായി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായി അർജുൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ മുഖങ്ങളിലും ഞാൻ കണ്ടത്. ഇന്ന് അല്പസമയം മുമ്പാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുൻ്റെ വീട് സന്ദർശിച്ചത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും അർജുൻ്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ സംഘം ഓൾറെഡി അവിടെ ഈ സ്പോട്ടിൽ അപകടം നടന്ന അങ്കോലയിലെ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ MVDയുടെ 4 ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തന മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഈ DYSPയുടെ നേതൃത്വത്തിലുള്ള ഈ 3-അംഗ സംഘമാണ് സ്വാഭാവികമായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും, കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനും നിരീക്ഷിക്കാനും ഈ സംഘമാണ് മുന്നിട്ടിറങ്ങുന്നത്. മാത്രമല്ല, അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് 2 ദിവസത്തോളം അർജുനെ കണ്ടെത്താൻ വൈകി എന്നായിരുന്നു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ, രക്ഷാപ്രവർത്തനം 2 ദിവസം വൈകി എന്നായിരുന്നു. 16-ാം തീയതി ആണ് അർജുനെ കാണാതായ വിവരം ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 18-ാം തീയതിയാണ് ഈ രക്ഷാപ്രവർത്തനം ഈ കാണുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഈ കാണുന്ന നിലയിലേക്ക് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പോൾ ഈ 2 ദിവസത്തെ സമയം കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് 2 ദിവസത്തെ പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. ഈ വിഷയങ്ങളിലെ വിവാദങ്ങളിലേക്ക് നയിക്കേണ്ട, ഇതല്ല ചർച്ച ചെയ്യേണ്ടത് എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അർജുനെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അർജുനെ ജീവനോടെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള നടപടികളാണ് സർക്കാർ നടത്തുന്നത്. അത്തരം ചർച്ചകളിലാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് ഞാൻ പോവുകയാണ്. അങ്കോലയിൽ രക്ഷാപ്രവർത്തനം നിരീക്ഷിക്കാൻ കേരളത്തിന്റെ പ്രത്യേക സംഘം അവിടെ ഉണ്ടെന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുന്നു. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 2 പോലീസുകാരും സംഘത്തിലുണ്ട്. MVയുടെ ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ തന്നെ അപകട സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന വിവാദങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും അർജുനെ കണ്ടെത്തുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു.